വല്ലോ കേൾക്കുന്നുണ്ടോ? ഇല്ലേ അമ്മ, ഒന്നുമേ കേക്കല. ഞാനും ഒന്നും കേട്ടില്ല. നീ ഇതെവിടെ പോയി? ഞാനൊന്ന് ഓടാൻ പോയതാ. വെച്ച് ഓടിച്ചാ? ചേച്ചിയുടെ അകത്ത് പിന്നെന്തിനാ ഇവിടെ നിക്കണേ? അങ്ങോട്ടോ അങ്ങോട്ടോ പോ, വെറുതെ സൗണ്ട് ഉണ്ടാക്കി പുറത്തിറക്കല്ലേ, നമുക്ക് തലവേദനയാവും. കൊറേ നേരമായി ഒരനക്കവും കേൾക്കുന്നില്ല. എന്താ കാര്യം? പറയടാ. ഒന്നുമില്ല. ഹായ്, ரொம்ப அழகா இருக்கே. எங்க போற? കല്യാണത്തിലോ പോണ ചേച്ചി? ആടാ, അമേരിക്കയിലൊരു കല്യാണം കൂടാൻ പോവാ. പെണ്ണിന്റെ പേരെ പറഞ്ഞു മനസ്സിലാക്കുന്നേ. കഷ്ടമാണല്ലോ. കഷ്ടം എന്തോന്ന് കഷ്ടം? ശരിക്കും പറ, കുഴപ്പമില്ലത്ത് വേണ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഞാൻ ടക്കനെ സാരി കൊടുത്താൽ ഇറങ്ങണം കേട്ടാ. നിന്റെയൊക്കെ പ്രശ്നം എന്താടാ? വീട്ടിൽ കുറച്ച് വൃത്തിയാക്കി നിന്നെന്നും പറഞ്ഞ് എന്താണ് കുഴപ്പം? ചുമ്മാ വീട്ടിൽ തന്നെ. എങ്ങനെയുണ്ട് കൊളോ? സൂപ്പർ. ആന്റി, മീനെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ? ഓ, വെച്ചിരിക്കണേ. അങ്ങനെയാണെങ്കിൽ മീൻകറി ഞാൻ ഉണ്ടാക്കാം. മീൻകറി വെക്കാൻ ചേച്ചി സാരിയെ കൊടുത്ത് ഇറങ്ങിയേക്കണേ. ചേച്ചിക്ക് എന്തെങ്കിലും സീരിയൽ അഭിനയിക്കാൻ വല്ല ചാൻസും കിട്ടിയാ? സാരി എടുത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് മീൻകറി വെട്ടാൻ പോണു, അല്ല മീൻ വെട്ടാൻ പോണു. സിദ്ധു, മീൻകറിയെ തേങ്ങ അരച്ച് വെക്കണോ അതോ കൊടമ്പുളി ഇട്ട് വെക്കണോ? അത് ലച്ചൂസിന്റെ ഇഷ്ടം പോലെ ചെയ്തു. തേങ്ങ അരച്ച് കൊടമ്പുളി ഇട്ട് പോയി, സൂപ്പർ ആയിരുന്നു. ഉണ്ടെ കൊടുക്ക, അമേരിക്കയില് കല്യാണത്തിന് വിളമ്പാ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൊച്ചുമോള് സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി ഇങ്ങോട്ട് വന്നാല് എന്തൊരു ഭംഗിയാ കാണാൻ. സ്വഭാവം കൂടെ ഒന്ന് നന്നായി കിട്ടി കഴിഞ്ഞാൽ നല്ല സ്വഭാവം, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. മോനെ കേശുവേ, ഓ ചേച്ചി. നിന്റെ അന്ത്യേ മിക്കവാറും ഈ ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും. അയ്യോ, അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമില്ലേ? കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ കൈ കൊണ്ട് എന്റെ അന്ത്യം. എന്നാ വാ അടുക്കളയിലോട്ട്. കുഴപ്പമില്ല, പൊക്കോ. ഉമ്മ, എന്തോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അല്ലേ? അവിടെ അടുക്കള കിടന്ന് പൊടി ഓടിക്കണ്. സീനാണോന്നാ? മീൻകറി വെക്കാന്ന് പറഞ്ഞല്ലേ പോയത്. അപ്പൊ മീൻകറി, അവിയല്, തോരൻ, സാമ്പാർ, മറ്റേത് മറിച്ചെന്ന് വേണ്ട ഉള്ള എല്ലാം ചേച്ചിയാണ് ഉണ്ടാക്കണത്. അയ്യോ, പണിയാവൂടാ. വെക്കുന്നതൊക്കെ വൃത്തിക്ക് വെക്കും. എന്നാലും കനകാന്റി അമ്മമ്മ ഉണ്ടാക്കുന്ന റേഞ്ച് വരത്തില്ലല്ലോ. ആ സ്വാഭാവികമായിട്ടും കാണില്ല. പിന്നെ എന്ത് തിന്നാൻ തന്നാലും സൂപ്പർ എന്നങ്ങ് പറഞ്ഞേക്കണം. ഒന്നാമത് ഇടതിരിഞ്ഞിരിക്കണേ. ഇപ്പൊ നമ്മള് വല്ലതും കൊള്ളൂല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം